ബിഗ് ബോസിന്റെ തമ്മിലടിപ്പിക്കുന്ന മറ്റൊരു ഗെയിം. അനുമോള് രാത്രി മുതൽ പരസ്യമായി നടക്കും. ഷാനവാസും അനീഷും തമ്മിൽ അടുത്ത നമസ്കാരം. ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു. പിന്നെ നടന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ കിച്ചണിൽ ഇന്നലെ അവിടുത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ അനുമോളെ എല്ലാരും കൂടി ഇപ്പൊ ക്രൂശിക്കുകയാണ്. അനുമോളെ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ തോന്നുന്നത്. അപ്പോഴേ കാര്യം എത്രത്തോളം അത് സക്സസ് ആവുന്ന തരത്തിൽ എല്ലാരെയും വെറുപ്പിച്ച് അനീഷ് നിന്ന മാതിരി ഒരു തന്ത്രം മെനയാണോ അനുമോളെന്ന് സംശയമുണ്ട്. ഒരു സാധനം കാണാനില്ല, പിന്നെ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്ത ഒരു മേക്കപ്പ് കിറ്റ് കാണാനില്ല എന്നും പറഞ്ഞാണ് അത് ആരെടുത്തു എന്നുള്ള ചൊല്ലിയൊരു തർക്കമാണ്. പിന്നെ മറ്റൊരു കാര്യം, അനീഷും ഷാനവാസും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഓട്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉള്ള ഒരു കാര്യങ്ങളാണ്. ഞാനാണ് ബിഗ് ബോസ് എന്നാണ് ഇപ്പോൾ അനീഷ് പറയുന്നത്. ഇപ്പൊ ബിഗ് ബോസ് എവിടെ പോകുന്നു എനിക്കറിയത്തില്ല. പുള്ളി പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കും, നിങ്ങളെ എൻ്റെ ചുട്ടിക്ക് കൊണ്ടുവരും എന്ന് പറയാനുള്ളൊരു ഗട്സ് പുള്ളിക്കുണ്ട്. എന്തായാലും ശരി, അങ്ങനെയുള്ള പരിപാടികളാണ്. ഈ മോർണിംഗ് ടാസ്കില് സ്വാധീനിച്ച വ്യക്തിയാര്, സ്വാധീനിക്കാത്ത വ്യക്തിയാര് പരസ്പരം പറയുക. എന്റെ ബിഗ് ബോസ് ഇത് അടുപ്പിക്കുന്ന ഗെയിം അല്ലേ എന്ന് ആർക്കും അറിയാം. സ്വാധീനിച്ച വ്യക്തിയും സ്വാധീനിക്കാത്ത വ്യക്തിയും പറയണം. അപ്പം ഒരാളെ ഇഷ്ടപ്പെടും, ഒരാളെ വെറുക്കും. ഇതല്ല എന്റെ കളി. അപ്പോൾ അതിനകത്ത് ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഒന്നുമില്ല. ഇതൊരു ടാസ്ക് ഒന്നുമല്ല, ഇതൊരു ചെറിയൊരു ആക്ടിവിറ്റി കൊടുക്കും. അനീഷ് പറഞ്ഞത് പിന്നെ റന ഫാത്തിമയാണ് ഈ ചെറിയ പ്രായത്തിൽ കൂടുതൽ സ്വാധീനിച്ചു വന്നല്ലോ എന്നാണ് പറഞ്ഞത്. ഏറ്റവും വെറുക്കപ്പെട്ടത് ആരാ ഷാനവാസ്. രേണു പറഞ്ഞത് നൂറ അതിലെ പിന്നെ വെറുക്കപ്പെട്ട വ്യക്തി അക്ബർ. അബി പറഞ്ഞത് ഒനിയില് ഇഷ്ടപ്പെട്ട വ്യക്തി, സ്വാധീനിച്ച വ്യക്തി, വെറുക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞ ഇതാണ് അക്ബർ. അഭിലാഷ് പറഞ്ഞത്. അക്ബർ പറഞ്ഞത് ഒനിയില് സ്വാധീനിച്ച വ്യക്തി, വെറുക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ അല്ല സ്വാധീനിക്കാത്ത വ്യക്തി അനിമോളാണ്. ജിസയിൽ പറഞ്ഞത് ആര്യന്റെ പേര് പറഞ്ഞു. വെറുക്കപ്പെട്ട വ്യക്തി ആരാ ഇത് എല്ലാവർക്കും അറിയാം, അനിമോള്. അവർ തമ്മിലാണുള്ള അതിനത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഫൈറ്റ്. മെയിൽ ഫൈറ്റ് അല്ല ഇപ്പൊ നടക്കുന്നത്, ഫീമെയിൽ ഫൈറ്റ് ആണ് ബിഗ് ബോസ് നടക്കുന്നത്. ആര്യൻ പറഞ്ഞു തിരിച്ച് ജിസേലിന്റെ പിന്താങ്ങി നടക്കുന്നു. പക്ഷെ ഇന്ന് ആര്യൻ സ്മോക്ക് റൂമിൽ അങ്ങോട്ട് നിന്നപ്പോ പറയുന്നുണ്ട്, ഞാൻ ജിസേലിനെ പണി കൊടുക്കും, ജിസേലിനെ ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞു, ട്രാപ്പിപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം അവന്റെ വാക്കുകൾ പ്രവൃത്തി വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പോ അവന് എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ആര്യം പറഞ്ഞത് ജിസേല് അനീഷ് വെറുക്കപ്പെട്ടതാണ്, അതായത് സ്വാധീനിക്കാത്ത വ്യക്തി. അനുമോള് പറഞ്ഞത് ശൈത്യ സ്വാധീനിച്ച വ്യക്തി, സ്വാധീനിക്കാത്ത ഫാത്തിമ നിമിത്തമാണല്ലോ ഇന്നലത്തെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം ബിഗ് ബോസിൽ ഉണ്ടാക്കിയത്. റന ഫാത്തിമയുടെ അവരുടെ കമ്മ്യൂണിറ്റിയെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇന്നലെ പ്രശ്നങ്ങൾ. എന്തായാലും ശരി, ഒരു സുഖമായിട്ടുള്ള ഒരു ടാസ്ക് ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇല്ല എന്ന് വേണം പറയാൻ. ആ നൈറ്റ് ടാസ്ക് കഴിഞ്ഞ് വലിയ ടാസ്കുകളൊന്നും വന്നിട്ടില്ല. ഇപ്പം കടുത്ത ടാസ്കുകളാണ് ഇനി വരുന്നത്. അതിന്റെ ഒരു സന്തോഷപ്പീരാണ് ഇന്നലെ സ്റ്റോറിൽ നിന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അൺലിമിറ്റഡ് ടൈം കൊടുത്തത്. അതിൽ നിന്ന് എടുത്ത സാധനമാണ് അനുമോടെ നഷ്ടപ്പെട്ടത്. അനുമോട് രാത്രി മൊത്തം ഇരുന്ന് കരച്ചിലും കൂലും ഒക്കെ ആയിരുന്നു. അപ്പൊ ബിഗ് ബോസ് അത് ചിലപ്പോൾ കണ്ടുപിടിച്ച് കൊടുക്കും. ആര്യന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആര്യം പറഞ്ഞു ഞാൻ എടുത്തു, ഇച്ചിരി എടുത്തിട്ടില്ലെന്ന്. ശരത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നു എടുത്തില്ല. അക്ബർ എടുത്തു കൊടുത്തില്ല. ഇവരെല്ലാം ഇങ്ങനെ പരസ്പരം ഇവളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്രത്തോളം അത് അങ്ങനെ വഴക്കിലേക്ക് പോവാതൊക്കെ അനുമോക്ക് ഇന്നലെ ശരിക്കും കിട്ടിയതുകൊണ്ട് അനുമോൾ ഇച്ചിരി താന്നിട്ടുണ്ട്. എന്നാലും ശരി, ജിസയിലും ഇവരും തമ്മിലൊന്നും ഒരു കോംപ്രമൈസ് ആകുന്ന ഇതുമില്ല. ഈ വീക്കെൻഡിലും ലാലേട്ടൻ വരുമ്പോൾ അതിന്റെ പണിഷ്മെന്റ് കാണും. ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് നിലവാരം അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ അതായത് താഴെ കിടന്നിരുന്ന നൂറയും ആദിലയും അതുപോലെ ശൈത്യയൊക്കെ വോട്ടിങ്ങിൽ കയറി വരുന്നുണ്ട്. 5ാം സ്ഥാനത്ത് കിടന്ന രേണു വോട്ടിങ് ഹോട്ട്സ്റ്റാർ വോട്ടില് കയറി വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു അവരുടെയൊക്കെ ഒരു നേട്ടമാണ്.
പലരുടെയും ഗ്രാഫ് താഴോട്ട് പോയിട്ടുണ്ട്. അനീഷിന്റെ കുറച്ച് വോട്ടിങ്ങിന് താഴെയാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ പറഞ്ഞ ആര്യൻ പറഞ്ഞു, അനുമോള് പറഞ്ഞ ശൈത്യ, രന. അപ്പൊ ഇവരിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടത് വന്നത് ഏതാണല്ലോ നല്ലതല്ലത് ആദ്യം ആഗ്രഹിക്കുന്നത്. വെറുക്കപ്പെട്ടത് വന്നത് ആരായിരിക്കും? ആരാ? അനുമോൾക്ക് 4 പേരാണ് ഇത് കൊടുത്തത്. 4 പേരെ വന്നുള്ളല്ലോ. ഇന്നത്തെ ഇൻസിഡന്റ് വെച്ച് അതിൽ കൂടുതൽ വരേണ്ടതാണ്. പിന്നെ ബിന്നിക്ക് 3, അതുപോലെ അക്ബറിനെ 2 പേര്. ഈ ഇവർക്ക് സ്വാധീനിക്കാത്ത വ്യക്തികൾ. സ്വാധീനിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഒനീലിന് 3 വന്നു. എന്ത് കണ്ടിട്ടാണ്? ഇസേലിന് 3 വന്നു. അത് ഇപ്പോൾ ഇതൊക്കെ ഒരു ഗ്രൂപ്പ് കളിയുടെ പേര്. എന്ത് സ്വാധീനം അവരിൽ നിന്ന് എന്ത് മോറൽ ക്വാളിറ്റിയാ അവിടെ കൊടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ എന്ത് പബ്ലിക്കിൽ എന്ത് ഒരു മെസ്സേജാണ് അവർ നൽകിയിട്ടുള്ളത്? എനിക്കറിയത്തില്ല. അക്ബർ 2, ഇവരൊക്കെ എന്ന് പറഞ്ഞ പ്രശ്നകാരി. ഒനിയില് വലിയ പ്രശ്നങ്ങളിലൊന്നും വലിയ 2 ദിവസമായിട്ട് പെടുന്നില്ല. പിന്നെ രാവിലെ ഈ വഴക്കെന്ന് പറഞ്ഞാൽ അക്ബറുമായിട്ട് അനീഷും ഷാനവാസും കൂടെ മുഖത്തോട് മുഖം ഇരുന്ന്. അനീഷ് ഇപ്പം പഴയ സ്ട്രാറ്റജി തുടങ്ങിയിട്ടുണ്ട്. ഒരു വേർഡ് പറയും, പിന്നെ മൗനം. നീ എന്ന് പറയണം, മരപ്പെഴുതേന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. നിന്റെ വീട്ടിലുള്ളവരെ പറഞ്ഞാൽ മതി, ഉടനാട്ടുകാരെ പറയിപ്പിക്കാനാണ് നീ വന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ഷാനവാസ് പ്രവോക്ക് ചെയ്യാൻ അനീഷിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് ബുദ്ധിപൂർവ്വം കളിക്കുകയാണ്. ഞാനാണ് ബിഗ് ബോസ്, ഞാൻ പറഞ്ഞ രീതിയിൽ ഇവിടെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചില നമ്പറുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ടാസ്കിൽ ഇപ്പം അനീഷ് എങ്ങനെയാണെന്ന് കയറി വരുന്നത്, അല്ലെങ്കിൽ ഇവരൊക്കെ പുറകോട്ട് പോകും. ഇനിയിപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത കുട്ടികളാണ്, ലേഡീസിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടായിട്ടിരിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.